ഹലോ ഗായ്സ്, അപ്പോൾ തലേന്ന് രാത്രി കുക്കറിലിട്ട് കൂക്കിച്ചതാട്ടോ ഈ ഗോതമ്പ് നുറുക്ക്. അതാണ് ഇത്രയും കട്ടിയിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ നേരത്തെ തന്നെ ചായക്ക് കടി ഉണ്ടാക്കിയത്. അപ്പോൾ അതാ തേങ്ങ ഒക്കെ ഇട്ടിട്ടാട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലാണ് ഞങ്ങൾ ഗോതമ്പ് നുറുക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. തേങ്ങാപ്പാലിക്ക് തേങ്ങ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. എന്നിട്ട് അതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ചണ്ടി വേറെ അതേപോലെ പാൽ വേറെ അങ്ങനെ ആക്കിയിട്ട് മാറ്റും കേട്ടോ. ചില ആൾ ഇത് തൂമിക്കാൻ കടുക് യൂസ് ചെയ്യുക. ഇവിടെ ഞങ്ങൾ ചെറിയ ഉള്ളിയാട്ടോ യൂസ് ചെയ്ത്. ചെറിയ ഉള്ളി കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് വെളുത്തുള്ളിയും കുറച്ച് നെയ്യും പറഞ്ഞിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയാണ്. പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് പഞ്ചസാര അല്ലാതെയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയാട്ടോ. അങ്ങനെ സ്കൂളിൽ ഫുഡ് വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ മുന്നേക്ക് സേമിയ പായസം കേട്ടോ ഉണ്ടാക്കി കൊടുത്തേക്കാനുള്ളത്. പഞ്ചസാര കാരമലൈറ്റ് ചെയ്തിട്ടാട്ടോ ഈ പായസം ഉണ്ടാക്കിയത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു കേട്ടോ. കാരമലൈറ്റ് ചെയ്തതിൻ്റെ ടേസ്റ്റും പിന്നെ ഷുഗർ പാകം, പിന്നെ ഒപ്പത്തിനൊപ്പം പാലിനോടൊപ്പത്തിനൊപ്പം സേമിയ നിന്നുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ഇതാ ഗോതമ്പ് നുറുക്ക് പഞ്ചസാര ഇട്ട് കഴിച്ചിട്ടോ. മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ കഴിക്കുന്നത്. പിന്നെ മുന്നേക്ക് കൊണ്ടുപോകാനുള്ള പായസം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാൾക്കും ലഞ്ചിന് കൊണ്ടുപോകാനുള്ള ഒരാൾക്ക് ചിക്കന് ഉള്ളിയിട്ട് വാട്ടിക്കാട്ടോ. പിന്നെ ഒരാൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് പൊരിച്ചും കൊടുക്കുക കേട്ടോ. പിന്നെ നെയ്ച്ചോറായിരുന്നു കേട്ടോ അവർക്ക് കൊണ്ടുപോകാനുള്ളത്. ലഞ്ചിന് കൊണ്ടുപോകാൻ നെയ്ച്ചോറായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉള്ളി കഴിക്കണം എന്തിനാണെന്നറിയോ? അപ്പോൾ തേങ്ങാച്ചോറുക്കാണ്ടോ. അപ്പോൾ തേങ്ങയ്ക്ക് ചീരുള്ളിയൊക്കെ ഇട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉലുവയും അരിയും കൂടി കേക്കിട്ടോ വെള്ളം തിളക്കലൊടുങ്ങിയത്. അപ്പോൾ വെള്ളിയാഴ്ചക്കത്തെ സ്പെഷ്യൽ റെസിപ്പി ആട്ടോ ഇത്, തേങ്ങാച്ചോറ്. അപ്പോൾ നന്നായിട്ട് കേക്കിയ അരി നമ്മളിതാ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ടുട്ടോ. നല്ല തിളച്ച വെള്ളത്തിലിട്ടു. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ നമ്മൾ ചിരകിയെടുത്ത തേങ്ങയും അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളി ഇതാ നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഞൊണ്ടിക്കാണ്ട് അതും ഇതിലേക്ക് ഇട്ടിട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടവിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ വെള്ളങ്ങളൊക്കെ വറ്റി ചോറ് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീഫൊക്കെ എടുക്കുന്നത് കുമ്പളങ്ങ കേട്ടോ. കുമ്പളങ്ങയും അതേപോലെ തക്കാളി പിന്നെ കപ്പ, പിന്നെ വെല്ലുള്ളിയും പച്ചമുളകും മസാലകളൊക്കെ ഇട്ടിട്ട് ഇതാ ബീഫ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുമ്പളങ്ങയും അതേപോലെ കപ്പയും നന്നായിട്ട് കേക്കിക്കാണ്ട് അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ താത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. പച്ചക്കറികളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ബീഫ് വരട്ടിക്ക് നമ്മൾ പെരിഞ്ചീരകം, മല്ലിപ്പൊടി, മുളകും പൊടി, മസാലപ്പൊടികൾ, ഉലുവ അങ്ങനത്തൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് ചെറിയൊരു തക്കാളിയും കൂടി അരിഞ്ഞിട്ടോ പൊടികളും പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടു അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇളക്കണം. അങ്ങനെ അത് മൂടി വെച്ചതാ വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് വെന്ത് എളിയും വേണ്ട, എന്നാൽ പാകത്തിനൊരു വേവ് മതി കേട്ടോ. പിന്നെ ഇതാ മുട്ടക്കോസ്, അതായത് കാബേജ് ആട്ടോ നമ്മൾ ഉപ്പേരിക്ക് യൂസ് ചെയ്യണത്. അപ്പോൾ കടുകും കറിവേപ്പിൻ്റെ കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത്, തേങ്ങ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കേട്ടോ. നമ്മൾ തേങ്ങ ഇല്ലാതെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ പപ്പടം മസ്റ്റാണല്ലോ, എന്തൊരു സാധനത്തിനും ഈ ഒരു പപ്പടം വേണമല്ലോ അല്ലേ. അതേപോലെ നമ്മൾ കറിക്ക് ഇതാ ചെറിയ ഉള്ളി നന്നായിട്ട് വാട്ടിയിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് തൂമിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കറിക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നല്ലൊരു കറിക്ക് നല്ലൊരു വാസനയും നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും. പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി, കറിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക കേട്ടോ. ഈ ഒരു ബീഫ്, കുക്കറത്തെ ബീഫ് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. മല്ലിച്ചപ്പിൻ്റെ വാസനയും ഒക്കെ വരും കേട്ടോ. പിന്നെ ഇപ്പാക്ക് ബീഫ് കറി പറ്റില്ല. അപ്പം നമ്മൾ ചിക്കൻ കറി ആട്ടോ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും പിന്നെ ചിക്കൻ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊരിച്ചും ചെയ്തു കേട്ടോ. അങ്ങനെ ഉപ്പി എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വെള്ളിയാഴ്ച സ്പെഷ്യൽ ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.